ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിൽ പ്രിയരെ, ഇന്ന് നമ്മൾ ധ്യാന വിചിന്തനത്തിനായി എടുക്കുക വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള തിരുവചനങ്ങളാണ്. ബർത്തിമേയുസ് എന്ന അന്ധയാചകന് ഈശോ കാഴ്ച കൊടുക്കുന്ന മനോഹരമായ രംഗമാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആത്മീയ ജീവിതത്തിൽ വളരേണ്ടത് എന്ന് ഈ സുവിശേഷം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു മനുഷ്യന് എങ്ങനെ ആത്മീയ ഉന്നതിയിലേക്ക്, വലിയ വളർച്ചയിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. സുവിശേഷത്തിൽ ഇങ്ങനെയാണ് തുടങ്ങുക: അവർ ജെറീക്കോയിലെത്തി. അവൻ ശിഷ്യരോടും വലിയ ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടുപോകുമ്പോൾ തിമയോസിന്റെ പുത്രനായ ബർത്തിമേയുസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. ഈ വചനം വായിക്കുമ്പോൾ വചനത്തിൻ്റെ ഓരോ വാക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. വെറുതെ വചനം എഴുതി വെക്കാറില്ല. ഒരുപക്ഷെ വചനം തുടങ്ങുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി: യേശു ജെറീക്കോയിലെത്തി, അങ്ങനെ എഴുതിയാൽ മതി. പക്ഷേ വചനം എങ്ങനെയാണ് എഴുതിയേ? അവൻ ശിഷ്യരോടും വലിയ ജനാവലിയോടും കൂടി ജെറീക്കോയിലേക്ക് പോവുകയാണ്. ജെറീക്കോ വിട്ടു പോകുമ്പോൾ അവൻ ശിഷ്യരോടും വലിയ ജനാവലിയോടും കൂടി. അങ്ങനെ എന്തിനാണ് വചനം എഴുതി വെക്കുന്നതെന്ന് ഈ സുവിശേഷം വായിച്ച് തീരാനാവുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ധ്യാനിക്കാം. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന മനുഷ്യൻ്റെ പ്രത്യേകത, നസ്രായന യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ പറഞ്ഞു: ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ആരാണ് പറഞ്ഞത്? അന്ധനായ മനുഷ്യനാണ്. ഈ അന്ധനൊരു പ്രത്യേകതയുണ്ട്. അന്ധൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഈ വചനത്തിൽ അന്ധനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. ഒന്ന്, ജന്മന അന്ധനായിട്ട്, അല്ലെങ്കിൽ കാഴ്ചയുണ്ടായത് വീണ്ടും കാഴ്ച കിട്ടിയതായിട്ട്. നമ്മൾ എടുക്കുന്ന ധ്യാനം ജന്മന അന്ധനായ ഒരു മനുഷ്യനെ കുറിച്ചാണ്. അതാണ് ആത്മീയതയുടെ വളർച്ച. ജന്മന അന്ധനായ ഒരു മനുഷ്യൻ, ഈ അന്ധനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുണ്ട്. ബാക്കി എല്ലാ അംഗവൈകല്യങ്ങളും കുറവുകളും മറ്റൊരാളായിട്ട് താരതമ്യം ചെയ്ത് നമുക്ക് കണ്ടെത്താൻ പറ്റും. എനിക്കൊരു വിരലില്ലെങ്കിൽ മറ്റൊരാളെ നോക്കിയിട്ട് പറയാം: എനിക്കൊരു കുറവുണ്ട്, അവനൊരു വിരലുണ്ട്, എനിക്കതില്ല. ഒരു കണ്ണിന് കാഴ്ചയില്ലാത്തതെങ്കിൽ നമുക്ക് പറയാം: ദേ, അവർക്ക് രണ്ട് കണ്ണിനും കാഴ്ചയുണ്ട്, എനിക്കൊരു കണ്ണിന് കാഴ്ചയില്ല. മൂക്കില്ല, അല്ലെങ്കിൽ നാക്കില്ല, ചെവിയില്ല, കാലില്ല, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് താരതമ്യം ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ അന്ധനെ സംബന്ധിച്ചിടത്തോളം, ജന്മന അന്ധനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് ഒരു കുറവുണ്ട്, അത് കാഴ്ച എന്ന കുറവ്, കാഴ്ച എന്നത് എനിക്കില്ല എന്ന് ഒരു മനുഷ്യൻ തിരിച്ചറിയണമെങ്കിൽ അത് അപാരമായി അവൻ പരിശ്രമിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. കാരണം അവനത് കണ്ടെത്താനായിട്ട് കഴിയുന്നില്ലല്ലോ. അതാണ് അതിൻ്റെ പരാജയം. നമ്മൾ ആ അന്ധനിലേക്ക് യാത്ര ചെയ്യണം, അന്ധനിൽ നിന്ന് ചിന്തിക്കണം. അപ്പം അന്ധനോട് ഞാൻ പറയുകയാണ്: അന്ധ, ഇതാണ് കറുപ്പ്, ഇതാണ് വെളുപ്പ്. എന്ത് കറുപ്പ്, എന്ത് വെളുപ്പ്? നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു വേള നമ്മൾ അതിൻ്റെ അറിവുണ്ടായതുകൊണ്ടാണ് കറുപ്പ് എന്ത് വെളുപ്പെന്ന് നമുക്ക് തിരിച്ചറിയുന്നത്. ആന എന്ത്, പുലി എന്ത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കാരണം ഒരു തവണ ആ അറിവ് എനിക്കുണ്ടായി. ഒരു തവണ ആനയെ ഞാൻ കണ്ടു, ഇത് ആനയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് പിന്നെ ഞാൻ കണ്ണടച്ചാലും ആന എന്ത് എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇവൻ ആ അറിവില്ല, ഈ അറിവില്ല. പക്ഷേ ഈ മനുഷ്യൻ, ഈ അന്ധൻ്റെ പ്രത്യേകത എന്താ? ഇവൻ തിരിച്ചറിഞ്ഞു. എന്ത് തിരിച്ചറിഞ്ഞു? എനിക്ക് കാഴ്ചയില്ല. ഇതൊരു അന്ധൻ നിരന്തരമായി പരിശ്രമിച്ച് മറ്റൊരാളുമായിട്ട് അവൻ എങ്ങനെയൊക്കെ താരതമ്യം ചെയ്യാമോ അങ്ങനെയൊക്കെ താരതമ്യം ചെയ്ത് അവൻ സ്വന്തമായി നേടിയെടുക്കുന്ന ഒരു അറിവിൻ്റെ പേരാണ് എനിക്ക് കാഴ്ചയില്ല എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ ആത്മീയതയിൽ വളരണമെങ്കിൽ അവനുണ്ടാകേണ്ട ഒന്നാമത്തെ പടി, തമ്പുരാനെ, എനിക്കൊരു കുറവുണ്ട് എന്ന് മനസ്സിലാക്കലാണ്. അല്ലേ? നമ്മുടെയൊക്കെ പരാജയത, നമ്മളെല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുക. ചില കുമ്പസാരങ്ങളൊക്കെ അങ്ങനെ, കുമ്പസാരം അല്ലാത്തതുകൊണ്ട് പറയുകയാണ്. കുമ്പസാരങ്ങൾ ചിലപ്പോൾ വർഷങ്ങളായി കാണും. പക്ഷെ എന്നിട്ട് ഒന്ന് പറയുകയാണ്: ഞാൻ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലൊക്കെ ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് വിചാരത്താലാണ്, എന്ത് വാക്കാലാണ്, എന്ത് പ്രവൃത്തിയാലാണ് ഞാൻ തെറ്റ് ചെയ്ത്? ഇതെനിക്കറിവില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് കുറവുണ്ട് എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് കുറവുണ്ടെന്ന് കൂടി മനസ്സിലാക്കണം. ഈ അന്ധൻ്റെ പ്രത്യേകത ആണ്. അന്ധൻ പറയാണ്: കർത്താവേ, എനിക്കൊരു കുറവുണ്ട്, എനിക്ക് കാഴ്ചയില്ല എന്ന കുറവാണ്. ഒരു രോഗി ആശുപത്രിയിൽ ചെന്നിട്ട് പറയാണ്: ഡോക്ടറെ, എനിക്ക് വേദനയാണ്. ഡോക്ടർ ചോദിക്കും: എവിടെ വേദന? അപ്പോൾ ഞാൻ വീണ്ടും പറയാം: എനിക്ക് വേദനയാണ്. അപ്പോൾ വീണ്ടും ഡോക്ടർ ചോദിക്കും: എവിടെയാ മോനെ വേദന? അപ്പോൾ ഡോക്ടറല്ലേ കണ്ടുപിടിച്ചു, എനിക്ക് വേദനയാണ്. അങ്ങനെ പറഞ്ഞാൽ ഡോക്ടർ നമ്മളെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു വിടും. കാരണം എന്താണ്? ഡോക്ടർക്ക് വേണമെങ്കിൽ പരിശോധിച്ച് കണ്ടുപിടിക്കാം. പക്ഷേ
അതുപോലും അറിവില്ലാതെ ഞാൻ അവിടെ വന്നു നിന്നാൽ എൻ്റെ രോഗത്തെ ചികിത്സിക്കാനായിട്ട് ഡോക്ടർക്ക് അത്ര എളുപ്പമുള്ള കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കുറവുകളെ കണ്ടെത്തുമ്പോൾ മാത്രമേ എവിടെയാണ്, എന്താണ് എൻ്റെ പ്രശ്നമെന്ന് കണ്ടെത്തി കഴിയുമ്പോഴാണ് അതിനെ പരിഹരിക്കാനായിട്ട് നമുക്ക് കഴിയുക. അതുകൊണ്ട് ആത്മീയതയുടെ ഒന്നാമത്തെ പടി ഇതാണ്: കർത്താവേ, എനിക്കൊരു കുറവുണ്ട്. എന്തെല്ലാം കുറവുകളാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത്. പുഞ്ചിരിക്കാൻ പറ്റുന്നില്ല, ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ല, സുഖമാണോ എന്നൊന്ന് ചോദിക്കാൻ പറ്റുന്നില്ല, ഒന്ന് തലോടാൻ പറ്റുന്നില്ല, എൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിക്കോ അപ്പനോ അമ്മയ്ക്കോ മക്കൾക്കോ ഒന്ന് ഒരു ഉമ്മ കൊടുക്കാൻ പോലും പറ്റുന്നില്ല. ഇതൊക്കെ കുറവാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ കുറവല്ല, പക്ഷെ അതൊക്കെ കുറവാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അത്രമേൽ ഉന്നതരാകണം. അത് ഈ അന്ധൻ്റെ പ്രത്യേകത. അത്രമേൽ അവൻ താഴ്ന്ന് പരിശ്രമിച്ചിട്ടാണ് ഇത് എൻ്റെ കുറവാണെന്ന് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് ഒരു ചെറിയ കാര്യം, ഒരു ഉമ്മ കൊടുക്കൽ വലിയ കാര്യമാണ് അല്ലേ? ജീവിത പങ്കാളിക്കോ മക്കൾക്കോ അപ്പനോ അമ്മയ്ക്കോ വാർദ്ധക്യത്തിൽ കിടക്കുന്ന ഒരു അപ്പനോ അമ്മയ്ക്കും ഒരു ഉമ്മ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ആ കാര്യം എൻ്റെ കുറവ് ആണ് എന്ന് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ആത്മീയമായിട്ട് വളരാനായിട്ട് പറ്റില്ല. ക്ഷമിക്കാൻ കഴിയാത്ത മനുഷ്യർ, സ്നേഹിക്കാൻ കഴിയാത്ത മനുഷ്യർ, ചെറുതായി കൊടുക്കാൻ കഴിയാത്ത മനുഷ്യർ, കരുണ കാണിക്കാൻ കഴിയാത്ത മനുഷ്യർ, ഇതെല്ലാം കുറവുകളല്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ആത്മീയ വളർച്ചയുടെ ഒന്നാമത്തെ പടി ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്കൊരു കുറവുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു കുറവുണ്ട്, ഈശോയെ എനിക്കൊരു കുറവുണ്ടല്ലോ, അതെന്താണെന്ന് കണ്ടെത്തുക. രണ്ടാമത്തെ പടി, ഈ കുറവ് പരിഹരിക്കാൻ ഒരുപക്ഷെ ഈ കുറവ് വരിക, ഈ അന്ധനെ സംബന്ധിച്ചിടത്തോളം അവന് വേണമെങ്കിൽ ചികിത്സിക്കാൻ വേണ്ടി പോകാം. പല സ്ഥലത്തും വൈദ്യന്മാരുണ്ട്, ചികിത്സിക്കാൻ വേണ്ടി പോകാം. പക്ഷേ ഈ അന്ധൻ, അത് ഒരു യാചകനായ അന്ധൻ എന്ന് പറഞ്ഞാൽ അത്രമേൽ തരം താഴ്ത്തപ്പെട്ട ഒരു മനുഷ്യനാണ്, മാറ്റി നിർത്തപ്പെട്ട മനുഷ്യനാണ്, ആരും കൂട്ടില്ലാത്ത സഹായമില്ലാത്ത മനുഷ്യനാണ്. ഈ മനുഷ്യൻ തിരിച്ചറിയുകയാണ് നടന്നു പോകുന്നത് കർത്താവാണ്. ആര് കർത്താവ്, എന്ത് കർത്താവെന്നും അവന് വലിയ പിടുത്തമില്ല, കാരണം അവൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നടന്നു പോകുന്ന കർത്താവിനെ എന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്നത് അവൻ്റെ വിശ്വാസത്തിൻ്റെ പടിയാണ്. എൻ്റെ ദൈവത്തിനാണ് എന്നെ സൗഖ്യപ്പെടുത്താൻ കഴിയും, എൻ്റെ ദൈവത്തിന് എനിക്ക് സൗഖ്യപ്പെടുത്താൻ. എത്ര സമ്പത്തുണ്ടായിട്ടും ഇല്ല, എത്ര സമ്പത്തുണ്ടായിട്ടും. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്, ദീപിക പത്രത്തിലാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഫ്രണ്ട് പേജിൽ ഏറ്റവും അടിയിൽ എഴുതി വെച്ചൊരു വാർത്ത ഇതുണ്ടായിരുന്നു. 1642 ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തിയ ഡോക്ടർ, ചെറുപ്പക്കാരനായ ഡോക്ടർ ഹൃദയാഘാതം മൂലം മരിച്ചു എന്ന വാർത്ത. അത് ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ വായിച്ചോ എന്ന് ഓർക്കുന്നില്ല. 1642 ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തിയ ഡോക്ടർ മരിച്ചത് ഹൃദയ ആഘാതം മൂലം. ഹൃദയം നിലച്ചാണ് മരിച്ചത്. ഓക്കെ, ഈ 1062 ഹൃദയം തുറന്ന് പരിശോധിച്ച് എന്താണ് ഹൃദയത്തിൻ്റെ A to Z അറിയാവുന്ന ഒരു ഡോക്ടർ ഹൃദയാഘാതം മൂലം മരിച്ചു. എന്ത് പറഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും എന്തെല്ലാം കാര്യങ്ങളുണ്ടായാലും നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാനായിട്ട് കഴിയില്ല. അത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ ശ്വാസമായി എന്നിലൂടെ നിങ്ങളിലൂടെയൊക്കെ ഓടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനുണ്ടായിരുന്ന പ്രത്യേകത, ഇവൻ തരം താഴ്ത്തപ്പെട്ട മനുഷ്യനാണ്, മാറ്റി നിർത്തപ്പെട്ട മനുഷ്യനാണ്, ഭിക്ഷക്കാരനാണ്. അതുകൊണ്ട് തന്നെ വലിയ അറിവ് ബോധ്യങ്ങളൊന്നുമില്ല. പക്ഷേ അവൻ്റെ വിശ്വാസത്തിൻ്റെ വലിപ്പം നോക്കിയേ, കടന്നു പോകുന്നവൻ കർത്താവാണ്, ആ കർത്താവിന് എന്നെ സൗഖ്യപ്പെടുത്താനുള്ള കഴിവുണ്ട്, കൃപയുണ്ട്. അവിടെയാണ് അവൻ്റെ നിലവിളി ഉയർന്നത്. ഉടനെ എന്താ സംഭവിച്ചേ? ഉടനെ സംഭവിച്ചതാണ്, ഈ സംഭവിച്ച വലിയ അധപതനം ഇതാണ്. ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരും, യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരും ജനക്കൂട്ടവും ഉടനെ പറഞ്ഞു, നീ മിണ്ടാതിരിക്കുക, നീ മിണ്ടേണ്ടവനല്ല. ഇതാണ് ആത്മീയ വളർച്ചയുടെ തടസ്സം എന്ന് പറയുന്നത്. തടസ്സം ഇതാ എന്ന് പറഞ്ഞാൽ, ഞാൻ രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു മഴ പെയ്യുമ്പോൾ നമ്മൾ തന്നെ തീരുമാനമെടുക്കും, ഓ മഴയല്ലേ, ഇനി പള്ളിയിലേക്ക് പോകണ്ട. ഇത് ഈ ജനക്കൂട്ടത്തിൻ്റെ പ്രതിനിധിയാണ്. സന്ധ്യാസമയത്ത് ഈ നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് നമ്മുടെ മാധ്യമങ്ങളിൽ ഒരു സിനിമയോ സീരിയലോ മറ്റെന്തെങ്കിലും ആകട്ടെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് കടന്നു വന്ന 2 ബന്ധുക്കാരാകട്ടെ, അല്ലെങ്കിൽ നമ്മുടേതെന്ന് പറയുന്ന ചില സ്വകാര്യ ഇഷ്ടങ്ങളോ ആഘോഷങ്ങളോ ആകട്ടെ, ഇതൊക്കെ നമ്മളോട് പറയും, ഇന്ന് കുരിശ് വരയ്ക്കണ്ട, ഇന്ന് പ്രാർത്ഥിക്കേണ്ട. ഇത് ഈ ജനക്കൂട്ടത്തിൻ്റെ പ്രതിനിധിയാണ്. ഈ കോവിഡ് കാലത്ത് നമ്മൾ അനുഭവിച്ചതാണ്. നമ്മൾ ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരകൽച്ചയില്ല, നമ്മൾ വാക്സിൻ എടുക്കാൻ പോയപ്പോൾ ഒരകൽച്ചയില്ല, ഒരു ക്യൂവും ഇല്ല. നമ്മൾ യാത്ര ചെയ്ത നമുക്ക് ആവശ്യമുള്ളിടത്തൊക്കെ നമ്മൾ സഞ്ചരിച്ചു. പക്ഷേ പള്ളിയിൽ വന്നപ്പോഴോ 6 അടി നമ്മൾ കൃത്യമായിട്ട് പാലിച്ചു. പള്ളിയിൽ സാധിക്കുമ്പോൾ പരമാവധി പോകാതിരിക്കാൻ നമ്മൾ എക്സ്ക്യൂസുകൾ എടുത്തു.
TV മാധ്യമത്തിലൂടെ നമ്മൾ കുർബാനകൾ അർപ്പിച്ചു. നോക്കിയേ, ദൈവത്തിൻ്റെ ആശ്രയത്തെക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഭൗതികതയെ ആശ്രയിച്ചു. ഇതൊരു തടസ്സമാണ്. ഇന്നും കോവിഡിന് ശേഷം പള്ളിയിൽ പോകാത്തവരെനിക്കറിയാം, കുമ്പസാരിക്കാത്തവരെനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ കുമ്പസാരക്കൂട്ടിലേക്ക് നടന്നു പോകുമ്പോൾ നമ്മളോട് നമ്മുടെ മനസ്സ് പറയും, ഓ ഇന്ന് വേണ്ട, ഇത് പറയണ്ട. അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാർ ചോദിക്കും, എന്തിനാ നീ പള്ളിയിൽ പോയിട്ട് എന്താ കിട്ടിയേ? നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, കളിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ചോദിക്കും, നിനക്ക് പ്രാർത്ഥിച്ചിട്ട് എന്താ കിട്ടിയേ? സന്ധ്യാസമയത്ത് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കും, പ്രാർത്ഥിച്ചിട്ട് എന്താ കിട്ടിയേ? ഇതൊക്കെയാണ് ഈ ജനക്കൂട്ടത്തിൻ്റെ പ്രതിനിധി. ഒരുപക്ഷെ അത് യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും ആ പരാജയം പറ്റി. പുരോഹിതരുടെ സഭയിലൂടെയൊക്കെ നമുക്ക് ഈ പരാജയം പറ്റാം. നമ്മൾ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി ആ അച്ഛൻ പള്ളിയിൽ നിന്ന് പോയിട്ടേ ഞാൻ ഇനി പള്ളി കയറുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ അച്ഛനല്ല നിന്റെ ആത്മീയ വിശ്വാസത്തിൻ്റെ വളർച്ച. അത് ചിലപ്പം പിശാച് ആ അച്ഛനിലൂടെ പലതും പ്രവർത്തിച്ചെന്ന് വരാം. സഭയിലൂടെ ഒരുപക്ഷെ നമ്മൾ ഇന്ന് ചിന്തിക്കും, സഭയിൽ പല പ്രശ്നങ്ങളുണ്ടല്ലോ, ഞാൻ എന്തിനാ പള്ളിയിൽ പോകുന്നത്? അതൊക്കെ ഈ ആൾക്കൂട്ടത്തിൻ്റെ യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും ഇവനെ തടഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ സാധ്യതകളും ആത്മീയതയുടെ മുമ്പിൽ നമുക്കുണ്ട്. നമ്മളെ യേശുവിൽ നിന്ന് തടയാൻ വേണ്ടി പലരും പല രീതിയിലും പല പ്രകടനങ്ങളും നമുക്ക് മുമ്പേ കാഴ്ചവെക്കും. എന്നാൽ ഞാൻ ദേവാലയത്തിൽ പോകുന്ന എൻ്റെ ദൈവത്തെ കാണാൻ വേണ്ടിയാണ്, അച്ഛൻ്റെ പരിപാടി കാണാൻ വേണ്ടിയല്ല. അവിടെ നിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്, അവിടെ മുറിയപ്പെടുന്നത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ദേവാലയത്തിൽ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ അച്ഛൻ പോകുന്നതിന് മുമ്പ് മരിച്ചുപോയാൽ എൻ്റെ ആത്മാവ് എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ആത്മീയ തടസ്സം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലൂടെ, നമ്മുടെ സമ്പത്തിലൂടെ, നമ്മുടെ കൂട്ടുബന്ധങ്ങളിലൂടെ, നമ്മുടെ എന്ന് പറയുന്ന ഇഷ്ടങ്ങളിലൂടെയൊക്കെ ഈ തടസ്സം ഞാനും എൻ്റെ ദൈവവുമായിട്ടുണ്ട്. എന്നാൽ അവിടെയാണ് ഈ ആത്മീയ മനുഷ്യൻ, അന്ധനായ മനുഷ്യൻ നമുക്ക് നൽകുന്ന വലിയ വെല്ലുവിളി. ഇതാണ്, ഈ മനുഷ്യൻ ഈ ജനക്കൂട്ടത്തിൻ്റെ നിലവിളിയുടെ തടസ്സത്തിൻ്റെ ഒച്ചയേക്കാൾ ശബ്ദത്തിൽ പറഞ്ഞു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എന്തൊരു വിശ്വാസം അവന്, എന്തൊരു വിശ്വാസമാണ്. ഇനിയാണ് നമ്മൾ ആദ്യം ചിന്തിച്ച വാചകത്തിലേക്ക് വരിക. യേശു കടന്നുപോയത് വലിയ ജനക്കൂട്ടത്തിൻ്റെ നടുവിലൂടെയാണ്. അപ്പോൾ ഉടനെ യേശു നിന്നിട്ട് ചോദിച്ചു, ആരാണ് എന്നെ വിളിക്കുന്നത്? ആരാണ് എന്നെ വിളിക്കുന്നത്? നോക്കിയ പ്രിയപ്പെട്ടവരെ, ഈ വചനം അത് എഴുതി വെക്കാൻ കാരണം ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ വെറുതെ ചിന്തിക്കുക, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നോക്കിയേ. ഇവിടെ നമ്മൾ ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ മാർപ്പാപ്പ കടന്നു വരിക. മാർപ്പാപ്പ കടന്നു വരുമ്പോൾ എന്തോരം ജനക്കൂട്ടം അവന് ചുറ്റും, മാർപ്പാപ്പയ്ക്ക് ചുറ്റും ഉണ്ടാകും. ഒത്തിരി ആളുകൾ മാർപ്പാപ്പയെ എന്ന് വിളിച്ച് ഉറക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാകും, ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് നിലവിളിയുടെ ശബ്ദമായിരിക്കാം അവിടെ മുഴുവൻ. അതിനിടയ്ക്ക് ഒരു അന്ധൻ, എൻ്റെ പ്രത്യേകത അന്ധനാണ്, ഭിക്ഷക്കാരനാണ്, മാറ്റി നിർത്തപ്പെട്ടവനാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എപ്പോഴും ഒരു മൂലയ്ക്ക് ഒതുങ്ങി കൂടിയിട്ടുണ്ടാകാം. അങ്ങനെ മാർപ്പാപ്പ വരുന്ന ബഹളത്തിൻ്റെ നടുവിൽ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്ന ഒരു ഭിക്ഷക്കാരൻ മാർപ്പാപ്പയെ എന്ന് വിളിച്ചാൽ മാർപ്പാപ്പ കേൾക്കാൻ യാതൊരു സാധ്യതയില്ല, അല്ലേ? വെറുതെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ ഒരു സാധ്യതയും അതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇവിടെ ഈശോ പെട്ടെന്ന് നിന്നിട്ട് ചോദിക്കാൻ, ആരാണ് എന്നെ വിളിക്കുന്നത്? അപ്പോൾ ജനക്കൂട്ടം ചോദിച്ചു, ശിഷ്യന്മാർ പറഞ്ഞു, ഈശോ നീ എന്ത് മണ്ടനാ, എല്ലാവരും നിന്നെ വിളിക്കുന്നു, എല്ലാവരും നിന്നിൽ നിന്നും അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി നിലവിളിയിട്ട് വിളിക്കുന്നത് നീ കേൾക്കുന്നില്ല, എന്നിട്ട് നീ ആരാണ് എന്നെ വിളിക്കുന്നത്, എന്തിനാ ചോദിക്കുന്നത്? അപ്പോൾ ഈശോ പറഞ്ഞു, നോ, നിങ്ങൾ ആരും എന്നെ വിളിച്ചിട്ടില്ല, നിങ്ങൾ വെറുതെ അലമുറയിടുന്നുണ്ട്, എൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അലമുറയിടുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ വിശ്വാസത്തിൽ ആരോ എന്നെ വിളിക്കുന്നുണ്ട്. ഇത് തന്നെ മറ്റൊരിടത്തും നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? രക്തസ്രാവക്കാരിയായ സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടപ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ തൊട്ടത്? അവിടെയും ജനക്കൂട്ടത്തിന്റെ നടുവിലൂടെ നടന്നുപോയ യേശുവിനെയാണ് ഈ സ്ത്രീ തൊട്ടത്. അപ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ തൊട്ടത്? അപ്പോഴും ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, യേശുവേ നീ എന്ത് മണ്ടനാ, നീ എന്ത് ചോദ്യം ചോദിക്കുന്നത്, എന്തോരം പേരാ നിന്നെ തൊടുന്നത്? അപ്പോൾ ഈശോ പറഞ്ഞു, നോ, നിങ്ങളാരും എന്നെ തൊട്ടിട്ടില്ല, ആരാണ് എന്നെ തൊട്ടത്? അപ്പോഴാണ് സ്ത്രീ പറഞ്ഞത്, ഈശോയെ ഞാൻ നിന്നെ തൊട്ടു, എന്നിൽ നിന്നും ശക്തി നിന്നിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാവോ? ഇവർ പ്രാർത്ഥിച്ചത് മുഴുവൻ ഇവരുടെ രോഗം മാറാൻ വേണ്ടിയിട്ടല്ല. അവിടെയാണ് അതിൻ്റെ പ്രത്യേകത. എന്താ പ്രാർത്ഥിച്ചേ? അതാ വചനം ഇങ്ങനെ പറയുന്നു, 49 വചനം, 10 മർക്കോസിന്റെ സുവിശേഷം 10 അധ്യായം 49 വചനം ഇത് പറയുന്നു, യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കും, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. എന്നിട്ടോ അവൻ കുതിച്ചുചാടി യേശുവിൻ്റെ അടുത്ത് എന്നിട്ട് യേശു ചോദിച്ചു, നിനക്ക് എന്താണ് പറ്റിയേ? കർത്താവേ, എൻ്റെ മേൽ കരുണയുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഒരു പുരോഹിതൻ്റെ അടുത്ത് ചെന്നിട്ട് ഇപ്പോൾ രോഗമാണ്,
ഇപ്പോൾ ഒരു കാഴ്ചയില്ലാത്ത ഒരു രോഗിയും കൊണ്ട് ചെന്നിട്ട് പുരോഹിതനോട് പറയുന്നത് എന്താണ്? ഈശോയെ കാഴ്ചയില്ല, അല്ല അച്ഛാ കാഴ്ചയില്ല, ഇവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പക്ഷേ ഇവൻ എന്താ പറഞ്ഞേ? കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്നാണ് അവൻ്റെ പ്രാർത്ഥന. ഇതാണ് ഈ ജനക്കൂട്ടത്തിൻ്റെ പ്രാർത്ഥനയും ഈ അന്ധൻ്റെ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം, അല്ലേ? ജനക്കൂട്ടം പ്രാർത്ഥിച്ചത് എല്ലാം അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ അന്ധൻ പ്രാർത്ഥിച്ചത് എന്താണ്? അന്ധൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതാണ്: കർത്താവേ, എൻ്റെ മേൽ കരുണയുണ്ടാകണം. പ്രിയപ്പെട്ടവര്, ഇതാണ് ആത്മീയതയുടെ പ്രാർത്ഥന, ഇതാണ് ആത്മീയ മനുഷ്യന്റെ പ്രാർത്ഥന, അല്ലേ? ഒന്നാമതായിട്ട് ഈ മനുഷ്യൻ തിരിച്ചറിയുകയാണ് എനിക്കൊരു കുറവുണ്ട്. രണ്ടാമതായിട്ട് ഈ മനുഷ്യൻ തിരിച്ചറിയുകയാണ് എന്താണ്? ഈ കുറവ് പരിഹരിക്കാൻ എൻ്റെ യേശുവിന് മാത്രമേ ഇനി സാധിക്കുകയുള്ളൂ, എൻ്റെ ദൈവത്തിനെ സാധിക്കുകയുള്ളൂ. അതിന് എൻ്റെ മുമ്പിൽ ഒത്തിരി തടസ്സങ്ങൾ വരും. ആ തടസ്സങ്ങളെ ഞാൻ എങ്ങനെയെങ്കിലും അതിജീവിച്ചേ മതിയാവുള്ളൂ. എന്നിട്ട് അവൻ്റെ പ്രാർത്ഥന, നാലാമത്തെ പടി ഇതാണ്: അവൻ്റെ പ്രാർത്ഥന അവൻ്റെ കുറവിന് വേണ്ടിയായിരുന്നില്ല, ഈ കുറവിൻ്റെ മേൽ കരുണയ്ക്ക് വേണ്ടിയായിരുന്നു. കരുണയ്ക്ക് വേണ്ടിയാണ്. അതാണ് ഫ്രാൻസിസ് പാപ്പയായതിനു ശേഷം നമ്മളോട് പറഞ്ഞ ഏറ്റവും വലിയ പ്രാർത്ഥന ഇതാണ്: മക്കളെ, നിങ്ങൾ കരുണയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ മറ്റനേകം അനുഗ്രഹങ്ങൾ ഈശോ നൽകുക. അപ്പോഴാണ് ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുക, വലിപ്പം ഉണ്ടാകുക, ഈശോയുടെ കരുണ ലഭിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കാൽവരിയിൽ അവൻ കരുണയ്ക്ക് വേണ്ടി മരിച്ചു എന്ന് പറയാം. കരുണ ലഭിക്കാൻ, മനുഷ്യ മക്കളോടുള്ള കരുണയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു ദൈവം മനുഷ്യനായതും ആ ദൈവം മരിച്ചതും ആ ദൈവം നമുക്ക് വേണ്ടി ഉദ്ധാനം ചെയ്തതും മനുഷ്യകുലത്തോടുള്ള കരുണയ്ക്ക് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈശോയോട് അവൻ പറയുന്ന പ്രാർത്ഥന ഇതാണ്: കർത്താവേ, എൻ്റെ മേൽ കരുണയുണ്ടാകണം, എൻ്റെ മേൽ കരുണയുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സംഭവിച്ചപ്പോൾ ഈശോ അവനോട് എൻ്റെ അടുക്കൽ വരാൻ വേണ്ടി പറഞ്ഞു. അവൻ ഇനി എങ്ങനെ വന്നു എന്നുള്ളതാണ്, അല്ലേ? നാലാമത്തെ പടി നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ പടി എന്താണ്? അഞ്ചാമത്തെ പടിയാണ് ഈ അന്ധനായ മനുഷ്യൻ കാണിച്ചിരുന്ന അടുത്ത വാചകതാണ്. എന്താണ്? അവൻ പുറങ്കുപ്പായ 50-ാമത്തെ തിരുവചനം, അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. വീണ്ടും നിങ്ങൾ ചിന്തിക്കണം. പുറങ്കുപ്പായം എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ ജീവിത ശൈലിയുടെ കുപ്പായമാണ്. ഒരു ഭിക്ഷക്കാരൻ്റെ കുപ്പായം. അത് കീറി പറഞ്ഞതായിരിക്കാം, മുഷിഞ്ഞതാണ്, അല്ലെ? ഭിക്ഷക്കാരൻ എന്ന് പറഞ്ഞാൽ മലിനമായ പുറങ്കുപ്പായം. മലിനമായ പുറങ്കുപ്പായത്തെ അവൻ വലിച്ചൂരി കളഞ്ഞു. ഇതാണ് ആത്മീയതയുടെ അഞ്ചാമത്തെ പടി. നമുക്ക് യേശുവിൻ്റെ കരുണ ലഭിക്കണമെങ്കിൽ നമ്മുടെ മലിനമായതെല്ലാം നമ്മൾ വലിച്ചൂരി കളയേണ്ടിയിരിക്കും. ആ കുമ്പസാരം എന്ന് പറയും. അപ്പോൾ ഈ മലിനമായതിനെ നമ്മൾ വലിച്ചൂരിക്കളയണം. അതിനിച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ജീവിത ശൈലി. അവനിങ്ങനെ വെറുതെ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന അവൻ പണം കിട്ടിക്കൊണ്ടിരുന്നു. അവന് വേറെ ജോലിയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല. അവന് വെറുതെ പണം കിട്ടുമായിരുന്നു. ഭിക്ഷക്കാരനായതുകൊണ്ട് തന്നെ, അന്ധനായതുകൊണ്ട് തന്നെ അവന് ഒത്തിരി പണം കിട്ടുമായിരിക്കാം. അപ്പോൾ അവൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ഞാനൊരു ഭിക്ഷക്കാരനാണ്, ഒരു ധർമ്മക്കാരൻ. അതിൻ്റെ പുറങ്കുപ്പായ മലിനമായ പുറങ്കുപ്പായ. അതുകൊണ്ട് തന്നെ അവന് പണം കിട്ടാൻ എളുപ്പമാണ്. എന്നാൽ ആ എളുപ്പ വഴിയെ അവനിതാ ഉപേക്ഷിക്കുകയാണ്. അവൻ്റെ പാപം എന്ന് പറയുന്ന, അവൻ്റെ മാലിന്യം എന്ന് പറയുന്ന പുറങ്കുപ്പായത്തെ അവൻ വലിച്ചൂരി ദൂരെ കളഞ്ഞിട്ടോ ഈ മനുഷ്യൻ എന്താ ചെയ്തതെന്നറിയാവോ? അവൻ അടുത്ത വാചകം ഇതാണ്: അവൻ കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. വീണ്ടും തുടക്കത്തിലെ വചനത്തിലേക്ക് നമ്മൾ പോകണം. എന്താണ്? അവൻ പുറങ്കുപ്പായം വലിച്ചൂരി കുതിച്ചു ചാടി എന്ന് പറഞ്ഞാൽ, നോക്കിയേ, ഒരു അന്ധൻ, സാധാരണ നമ്മൾ അന്ധനെയൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വടി കൊണ്ട് തട്ടിയാണ്. ബസ്സേ കയറണമെങ്കിൽ വടി കൊണ്ട് തട്ടും. ആരെങ്കിലും ഉണ്ടെങ്കിൽ വടി കൊണ്ട് തട്ടി നോക്കും, ഇവിടെ ആരെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും തടസ്സമുണ്ടോ, അല്ലേ? ഈ മനുഷ്യൻ അന്ധനാണ്. ഈ അന്ധൻ എങ്ങനെയാ പോയേ? കുതിച്ചു ചാടി എന്ന് പറഞ്ഞാൽ അവനിനി ഒന്നും നോക്കാനില്ല. അവൻ്റെ സർവ്വശക്തിയും അവൻ ദൈവത്തിലേക്ക് അർപ്പിക്കുകയാണ്. അവൻ്റെ സർവ്വ കഴിവുകളും, അവൻ്റെ സർവ്വ ജാഗ്രതയും ഏകാഗ്രതയും അവൻ യേശുവിലേക്ക് അർപ്പിക്കുക. നിങ്ങൾ നോക്കിയേ, ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന യേശുവിൻ്റെ അടുത്തേക്ക് അവൻ കുതിച്ചു ചാടി എത്തി എന്നാ പറഞ്ഞേ. അത് എന്തൊരു വൈരുദ്ധ്യമുള്ള വചനമാണ്. എത്രയോ പേരാണ് അവിടെ നിൽക്കുന്നത്, അല്ലെ? എത്രയോ ആളുകളാണ് നിൽക്കുന്നത്. അതിൻ്റെ നടുവിൽ യേശു എവിടെ നിൽക്കുന്നതെന്ന് അവൻ എങ്ങനെയായിരിക്കാം മനസ്സിലാക്കിയത്? അത്രമേൽ ജാഗ്രതയാണ് അവൻ്റെ ആത്മീയ ജീവിതത്തിന്. അത്രമേൽ ജാഗ്രതയാണ്. യേശു എവിടെയായിരിക്കുന്നു? അവൻ്റെ അന്ധതയുടെ നടുവില്, അവൻ്റെ കുറവുകളുടെ നടുവില് എൻ്റെ മുമ്പിൽ യേശു എവിടെയായിരിക്കുന്നു എന്ന് പോലും തിരിച്ചറിയുന്ന
ആത്മീയതയുടെ ഉൾക്കണ്ണ് തുറന്ന മനുഷ്യനാണ് ഈ അന്ധൻ. അതുകൊണ്ടാണ് അവൻ്റെ കുതിച്ചുചാട്ടം കൃത്യമായി യേശുവിൻ്റെ മുമ്പിൽ അവനെ എത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ആത്മീയതയുടെ അങ്ങ് അറ്റത്തെ 6ാമത്തെ പടിയിലേക്ക് നമ്മൾ എത്തുക. എന്താണ്? നമ്മുടെ പിന്നെ ലക്ഷ്യം മുഴുവൻ യേശു എന്ന് പറയുന്ന ആ ഒരു വലിയ സാധ്യതയിലേക്കാണ്, അല്ലേ? ആ ഒരു വലിയ സാധ്യതയാണ്. യേശു എന്ന് പറയുന്ന വലിയ സാധ്യതയിലേക്ക് അവൻ കുതിച്ച് ചാടുകയാണ്. അവനെ മറ്റൊന്നും തടസ്സപ്പെടുത്തുന്നില്ല. അവൻ്റെ പുറംകുപ്പായം ഊരിക്കളഞ്ഞപ്പോൾ തന്നെ അവൻ വളരെ ഫ്രീ ആയി, അവൻ സ്വതന്ത്രനായി, സ്വാതന്ത്ര്യമുള്ളവനായി. അവന് പിന്നെ ഒന്നും തടസ്സമില്ല, അവൻ്റെ മുമ്പിൽ ഒന്നും തടസ്സമില്ല. അവന് പിന്നെ അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവിനെ ഉൾക്കണ്ണുകൊണ്ട് കാണാനായിട്ട് കഴിഞ്ഞു എന്നതാണ് അവൻ്റെ വലിപ്പം, അവൻ്റെ വലിപ്പം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പുറംകുപ്പായങ്ങളെ ഊരിക്കളയുമ്പോൾ നമുക്ക് യേശുവിനെ ദർശിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാണുന്നതെല്ലാം തടസ്സമായി നിൽക്കും. യേശുവിനെ കാണണമെങ്കിൽ നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യമുള്ളവരായിത്തീരണം. അതുകൊണ്ടാണ് ധൂർത്തപുത്രൻ്റെ ഉപമയിൽ അവൻ സുബോധമുണ്ടായപ്പോൾ അവൻ്റെ അപ്പൻ്റെ മനസ്സവൻ തിരിച്ചറിഞ്ഞു. അതുവരെ അപ്പൻ്റെ ചിന്തകളും പ്രവൃത്തികളുമാണ് അവൻ അറിഞ്ഞത്. എന്നാൽ അപ്പൻ ആരാണ്, അപ്പൻ്റെ വലുപ്പം എന്താണെന്ന് ഈ ധൂർത്തപുത്രൻ തിരിച്ചറിഞ്ഞത് അവൻ സുബോധമുള്ളവനായി കഴിഞ്ഞപ്പോൾ. സുബോധം എന്ന് പറഞ്ഞാൽ പാപം അകറ്റിയ അവസ്ഥയുടെ പേരാണ്, പാപമില്ലാത്ത അവസ്ഥയുടെ പേരാണ് സുബോധം. അതുണ്ടായിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ അപ്പൻ ആരാണ്, അവൻ്റെ അപ്പൻ എവിടെയാണെന്ന് അവൻ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. ഇത് തന്നെയാണ് ഈ മനുഷ്യൻ നമ്മളോട് പറയുക, നിന്റെ പുറംകുപ്പായങ്ങൾ ഊരിക്കഴിയുമ്പോൾ യേശു എവിടെയാണ്, യേശു നിന്റെ സാന്നിധ്യത്തിലാണോ എന്ന് തിരിച്ചറിയാനുള്ള ഉൾക്കണ്ണ് നിനക്ക് തുറന്നു കിട്ടും. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞപ്പോൾ യേശു എന്താ പറഞ്ഞേ? അത് കഴിഞ്ഞപ്പോഴാണ് ഈശോ ഇവനോട് ചോദിക്കും, മോനെ, ഇനി നിനക്ക് എന്താ വേണ്ടേ? നിന്റെ പുറംകുപ്പായങ്ങൾ നീ ഊരിക്കളഞ്ഞു, നീ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു, നിന്റെ മുമ്പിൽ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു, അതെല്ലാം നീ ധൈര്യപൂർവ്വം മാറ്റിക്കളഞ്ഞു, ഇനി നിനക്ക് എന്താ വേണ്ടേ? അപ്പോഴാണ് ഞാൻ പറയും, ഈശോയെ, എനിക്ക് കാഴ്ചയില്ല കേട്ടോ, എനിക്ക് കാഴ്ച വേണം. ഉടനെ ഈശോ പറയാണ്, നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ. ഇനി എന്താ സംഭവിച്ചേ? ഇനി സംഭവിച്ചതാണ്, യേശു പറഞ്ഞു, നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം രക്ഷിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു, അവൻ യേശുവിനെ അനുഗമിച്ചു. ഈ അനുഗമനം അതാണ് ആത്മീയതയുടെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തി നിർത്തുക. അതുകൊണ്ടാണ് അത്ഭുതങ്ങളുടെ പിന്നാലെ പോയാൽ ഈ അനുഗമനം നഷ്ടമാകും. ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ തൃപ്തിയാണ്. പക്ഷേ അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് ആത്മീയ മനുഷ്യരായിട്ട് ജീവിക്കണമെങ്കിൽ അനുഗമനം ആവശ്യമാണ്. ആത്മീയ മനുഷ്യരായിട്ട് ജീവിക്കണമെങ്കിൽ യേശുവിനെ അനുഗമിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ യേശുവുമായിട്ടുള്ള ബന്ധം നമുക്ക് നിലനിർത്തുമ്പോഴാണ് ആത്മീയതയുടെ പൂർണ്ണ മനുഷ്യരായിട്ട് നമ്മൾ മാറുക. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചതാണ്, ഒന്നാമതായിട്ട് നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുക, രണ്ടാമതായിട്ട് ഈ കുറവ് പരിഹരിക്കാൻ എൻ്റെ യേശുവിന് കഴിയും എന്ന ബോധ്യം നമുക്കുണ്ടാകുക, മൂന്നാമതായിട്ട് നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ അതെന്തുമാകട്ടെ, ഭൗതികതയുടെ എന്ത് തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് യേശുവിലേക്ക് അടുക്കാനുള്ള മനസ്സിൻ്റെ ധൈര്യം നമുക്കുണ്ടാകട്ടെ, നാലാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട യേശുയുടെ കരുണയ്ക്ക് വേണ്ടിയിട്ടാണ്. കരുണ, അതാണ് നമുക്ക് വേണ്ടത്. കരുണ ലഭിക്കുമ്പോൾ എല്ലാം കൂട്ടി യോജിപ്പിക്കപ്പെടും. അഞ്ചാമതായിട്ട് യേശു പറയാണ്, നിന്റെ പുറംകുപ്പായങ്ങൾ ഊരിക്കളയണം, എന്നിട്ടോ ഞാനായിരിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് നീ എത്തണം. അത് കഴിയുമ്പോഴാണ് ഈശോ നമ്മളെ അനുഗ്രഹിക്കുക. പിന്നീടോ നമ്മൾ ഈശോനെ അനുഗമിക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു ആത്മീയതയുടെ പൂർണ്ണതയിലേക്ക് നമ്മളെ എത്തി നിർത്തുക. അതുകൊണ്ട് ഈ വചനം നമുക്ക് ശക്തിയാകട്ടെ. ഈ വചനമനുസരിച്ച് ജീവിക്കുവാൻ, നമ്മുടെ കുറവുകളെ കണ്ടെത്തി യേശുവിനെ അനുഗമിക്കുന്ന നല്ല ക്രിസ്തു മുഖമുള്ള, ക്രിസ്തു സൗന്ദര്യമുള്ള, ക്രിസ്തു സ്നേഹമുള്ള നല്ല മക്കളായിട്ട് ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആഴമായ കാഴ്ചയും കാഴ്ചപ്പാടുകളോടും കൂടെ ജീവിതത്തെ കണ്ട് മുമ്പോട്ട് നീങ്ങുവാൻ കൂടെയായിരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് സമാപിപ്പിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.